നമസ്കാരം. ലൈഫ് ഓഫ് ലക്ഷ്യയുടെ മറ്റൊരു അധ്യായത്തിലേക്ക് ഏവർക്കും സ്വാഗതം. 2024 ഓഗസ്റ്റ് 6, അതായത് ഇന്നു മുതൽ രാജയോഗം ആരംഭിക്കുന്ന ചില നക്ഷത്രക്കാരുണ്ട്. സകല ദോഷങ്ങളും മാറി അഭിവൃദ്ധിയും നേട്ടവും ഉണ്ടാകാൻ പോകുന്ന നക്ഷത്രക്കാരാണ് ഇവർ. തങ്ങളുടെ ഭാഗ്യം അധികരിക്കാൻ ഗണേശ ഭഗവാനെ പ്രാർത്ഥിക്കുകയും അതോടൊപ്പം തന്നെ ഗണേശാഷ്ടകം ജപിക്കുന്നതും വളരെ നല്ലതാണ്. അപ്പോൾ ഏതൊക്കെ നക്ഷത്രക്കാരാണ് ജൂലൈ 6, അതായത് ഇന്ന് മുതൽ രാജയോഗ തുല്യമായ ഭാഗ്യം അനുഭവിക്കാൻ പോകുന്ന നക്ഷത്രക്കാരെന്ന് നോക്കാം. അതിനു മുന്നേ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യൂ, വീഡിയോ മുഴുവനായി കാണൂ, അഭിപ്രായങ്ങളൊക്കെ അറിയിക്കൂ, അതേപോലെ ലൈക്ക് ചെയ്യൂ, മറ്റുള്ളവരിലേക്ക് അറിവുകൾ എത്താനായിട്ട് ഒന്ന് ഷെയർ ചെയ്യുക കൂടി ചെയ്യൂ. അപ്പോൾ ഓഗസ്റ്റ് 6 ഇന്ന് തൊട്ട് ഭാഗ്യം അനുഭവയോഗ്യമായി വരുന്ന നക്ഷത്രക്കാർ ആരൊക്കെയെന്ന് നോക്കാം. അതിൽ ആദ്യത്തെ നക്ഷത്രം തന്നെ അശ്വതിയാണ്. സാമ്പത്തികമായി ഒരുപാട് നേട്ടങ്ങൾ ഉണ്ടാകാൻ പോകുന്ന ഒരു നക്ഷത്രം കൂടിയാണ് അശ്വതി. ഓഗസ്റ്റ് 6 മുതൽ ഇന്ന് മുതൽ തുടങ്ങിയിരിക്കുകയാണ് സാമ്പത്തിക നേട്ടങ്ങൾ. ദുരിതങ്ങളൊക്കെ അവസാനിച്ചു എന്ന് തന്നെ നമുക്ക് കരുതാം. അശ്വ നക്ഷത്രക്കാർക്ക് വരുമാനം വർദ്ധിക്കുകയും അതോടൊപ്പം തന്നെ വിദേശ വാസ യോഗം കൂടിയുള്ള ഒരു നക്ഷത്രമാണ് അശ്വതി. ഈ മാസം ഓഗസ്റ്റ് 6 മുതലാണ് ഈ ഭാഗ്യം തുടങ്ങുന്നത്. ഭാഗ്യം എല്ലാ അർത്ഥത്തിലും ഭാഗ്യം വർദ്ധിക്കുകയും തൊഴിലവസരങ്ങൾ നിങ്ങളിലേക്ക് വർദ്ധിച്ചു വരികയും തൊഴിൽ ലഭിക്കാത്ത ആളുകൾക്ക് അവസരങ്ങൾക്ക് വേണ്ടി കഷ്ടപ്പെട്ടുകൊണ്ട് അലഞ്ഞുകൊണ്ട് നടന്ന ആളുകൾക്ക് അവസരങ്ങൾ തങ്ങളെ തേടി എത്തുന്നെന്ന് പറയില്ലേ, ആ ഒരു അവസ്ഥയിലേക്കാണ് എത്താൻ പോകുന്നത്. കടങ്ങളും മറ്റും ഒരു പരിധി വരെ നിങ്ങൾക്ക് കടങ്ങളൊക്കെ മാറ്റി അത് ദൂരീകരിച്ച് മുന്നോട്ട് കൊണ്ടുപോകാനുള്ള ഒരു നിങ്ങളുടെ ജീവിതം മറ്റൊരു നിലയിലേക്ക് അല്ലെങ്കിൽ മറ്റൊരു ലെവലിലേക്ക് എത്തിക്കാൻ നിങ്ങൾക്ക് സാധിക്കുന്ന ഒരു സമയമാണ് ഓഗസ്റ്റ് 6 മുതൽ തുടങ്ങാൻ പോകുന്നത്. അടുത്ത നക്ഷത്രം കാർത്തികയാണ്. ആയുസ്സും ആരോഗ്യവും വർദ്ധിക്കുന്ന ഒരു സമയമാണ് ഓഗസ്റ്റ് 6 മുതൽ കാർത്തിക നക്ഷത്രക്കാർക്ക് തുടങ്ങിയിട്ടുള്ളത്. മംഗല്യഭാഗ്യം, അതായത് മംഗല്യത്തിനായി കാത്തിരിക്കുന്ന ആളുകൾക്ക് മംഗല്യഭാഗ്യവും പ്രശസ്തിയും, സന്താനഭാഗ്യം ലഭിക്കണം, സന്താനങ്ങൾക്ക് വേണ്ടി കാത്തിരിക്കുന്നവർക്ക് സന്താനഭാഗ്യം ലഭിക്കുകയും അതോടൊപ്പം തന്നെ ഭാഗ്യക്കുറി നറുക്കെടുപ്പുകൾ മറ്റും വിജയിക്കാനുള്ള ഒരു ഭാഗ്യം കൂടി ഓഗസ്റ്റ് 6 മുതൽ കാർത്തിക നക്ഷത്രക്കാർക്ക് വരുന്നുണ്ട്. ഭാഗ്യസ്ഥാനത്താണ് വ്യാഴം വന്ന് നിൽക്കുന്നത്. ഭാഗ്യസ്ഥാനത്ത് വ്യാഴം വന്ന് നിൽക്കുന്നതിനാൽ തന്നെ മരണം വരെ വഴിമാറി നിൽക്കുമെന്നാണ് പറയുന്നത്. മരണത്തിന് പോലും ഈ സമയത്ത്, അതായത് അത്രയ്ക്ക് ഭാഗ്യമാണ്. ഭാഗ്യം അത്യുന്നതിയിൽ തന്നെ ഉച്ചസ്ഥനായിട്ട് തന്നെ വ്യാഴം വന്ന് നിൽക്കുന്ന ഒരു സമയമാണ് കാർത്തിക നക്ഷത്രക്കാർക്ക്. അത്രത്തോളം ഭാഗ്യമാണ് കാർത്തിക നക്ഷത്രക്കാരെ ഓഗസ്റ്റ് 6 മുതൽ തേടിയെത്താൻ പോകുന്നത്. അടുത്ത നക്ഷത്രം രോഹിണിയാണ്. സൗഭാഗ്യകാലമാണ് രോഹിണി നക്ഷത്രക്കാർക്ക്. ഗൃഹദോഷങ്ങളൊക്കെ മാറുകയും ഗൃഹത്തിൽ മറ്റും ഒരുപാട് ബുദ്ധിമുട്ടുകളൊക്കെ അനുഭവിച്ചുകൊണ്ടിരുന്ന ആളുകളുണ്ട്. സാമ്പത്തികമായിട്ടായാലും അല്ലെങ്കിൽ കുടുംബ ബന്ധങ്ങൾക്കിടയിലുള്ള പ്രശ്നങ്ങളായാലും അതൊക്കെ മാറുകയും അതോടൊപ്പം തന്നെ വിദേശത്തൊക്കെ ജോലി ചെയ്തുകൊണ്ടിരുന്ന നാട്ടിൽ വന്നതിന് ശേഷം വീണ്ടും പോകണമെന്ന ആഗ്രഹമൊക്കെ ഉണ്ട്. പക്ഷെ പോകാൻ പറ്റാതെ ഉള്ള അവസ്ഥയിൽ ഇരുന്നവർക്കെല്ലാം വിദേശ ഭാഗ്യം വീണ്ടും ലഭിക്കുന്നതായിരിക്കും. സന്തോഷ വർത്തമാനങ്ങൾ ശ്രവിക്കാനുള്ളൊരു ഭാഗ്യം കൂടി ഓഗസ്റ്റ് 6 മുതൽ ലഭിക്കുന്നുണ്ട്. ശുക്രൻ ഉച്ചയിലെത്തുന്ന ഒരു അവസ്ഥയെന്ന് പറയാമല്ലോ. ശുക്രൻ ഉച്ചസ്ഥനായി നിൽക്കുന്ന ഒരു നക്ഷത്രം കൂടിയാണ് ഇപ്പോൾ രോഹിണി നക്ഷത്രം. അതുപോലെ തന്നെ ഈ നക്ഷത്രക്കാർക്ക് നിങ്ങൾ ആഗ്രഹിച്ച എല്ലാ കാര്യങ്ങളും കൈപ്പിടിയിൽ ഒതുക്കാൻ കഴിയുന്ന ഒരു സമയം കൂടിയാണ് ഓഗസ്റ്റ് 6 മുതൽ തുടങ്ങിയിരിക്കുന്നത്. അടുത്ത നക്ഷത്രം മകയിരമാണ്. വളരെ ഭാഗ്യമുള്ള ഒരു സമയമാണ് മകയിരം നക്ഷത്രക്കാർക്ക് ഇപ്പോൾ വന്നിരിക്കുന്നത്. ഉയർച്ചയുടെ കാലമാണ്. നിങ്ങളുടെ ശത്രുക്കൾ വരെ നശിച്ചു പോകുന്ന ഒരു സമയമാണ്. നിങ്ങളെ ഒരുപാട് മാനസികമായിട്ടായാലും സാമ്പത്തികപരമായിട്ടായാലും ആരോഗ്യപരമായിട്ടും ഒക്കെ ഉപദ്രവിച്ചുകൊണ്ടിരുന്ന ശത്രുക്കളെ വരെ നിങ്ങൾ നിഷ്ഫലമാക്കാൻ അല്ലെങ്കിൽ അവരെ നശിപ്പിച്ച് കളയാൻ കഴിയുന്ന ഒരു അത്രയും ഉച്ചസ്ഥനായ ഭാഗ്യം നിങ്ങൾക്ക് എത്തി നിൽക്കുന്ന ഒരു സമയമാണ്. ഭഗവതിയുടെ അനുഗ്രഹം എപ്പോഴും നിങ്ങളുടെ കൂടെയുണ്ട്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഇനിയൊരു തോൽവി എന്നൊരു കാര്യം നിങ്ങൾക്ക് ചിന്തിക്കേണ്ടിയേ വരികയില്ല. ധനപരമായ മുന്നേറ്റങ്ങളായിരിക്കും ഇനി നിങ്ങൾക്ക് മുന്നോട്ടുണ്ടാകാൻ പോകുന്നത്. സമ്മർദ്ദങ്ങൾ, പലതരത്തിലുള്ള സമ്മർദ്ദങ്ങൾ ഉണ്ടായിരുന്നു. ആ സമ്മർദ്ദങ്ങളൊക്കെ നീങ്ങി മുന്നോട്ട് ഒരു എന്താ അതിന് പറയുക, ഭാഗ്യത്തിൻ്റെ അത്രയും പ്രസരിപ്പോടു കൂടി നിങ്ങൾക്ക് മുന്നോട്ട് നീങ്ങാൻ ഒക്കെ കഴിയുന്ന ഒരു സമയമാണ് ഓഗസ്റ്റ് 6 മുതൽ, അതായത് ഇന്നു മുതൽ തുടങ്ങിയിരിക്കുന്നത്. അടുത്ത നക്ഷത്രം പുണർദമാണ്.
പുതിയ നിങ്ങൾ ആഗ്രഹിച്ചിരിക്കുന്ന ഒരുപാട് നാളെ ആഗ്രഹിച്ചിട്ടുള്ള അല്ലെങ്കിൽ ഇപ്പോഴും ആഗ്രഹിച്ചുകൊണ്ടിരിക്കുന്ന വസ്തുവകകൾ ഒക്കെ വാങ്ങാൻ കഴിയുന്ന ഒരു സമയമാണ് ഓഗസ്റ്റ് 6 തൊട്ട് പുണർ നക്ഷത്രക്കാർക്ക് തുടങ്ങിയിരിക്കുന്നത്. ധനം പല രീതിയിൽ നിങ്ങളിലേക്ക് ധനം വന്നെത്തുന്ന ഒരു സമയമാണ്. കഷ്ടതകളൊക്കെ നീങ്ങിയ ഒരു സമയമാണ്. സാമ്പത്തിക ലാഭം, ഭാഗ്യ അഭിവൃദ്ധി, പല വഴികളിൽ നിന്ന് ഭാഗ്യം നിങ്ങളിലേക്ക് എത്തുന്ന ഒരു സമയം കൂടിയാണ് ഓഗസ്റ്റ് 6, അതായത് ഇന്നു മുതൽ പുണർന്ന നക്ഷത്രക്കാർക്ക്. അടുത്ത നക്ഷത്രം ആയില്യമാണ്. പ്രശസ്തിയും പദവിയും നിങ്ങൾക്ക് ലഭിക്കുന്ന ഒരു സമയമാണ് ഓഗസ്റ്റ് 6 മുതൽ ആയില്യം നക്ഷത്രക്കാർക്ക് തുടങ്ങിയിരിക്കുന്നത്. കുടുംബത്തിൽ സന്തോഷവും സമാധാനവും കളിയാടുന്ന ഒരു സമയമാണിത്. അതുകൊണ്ട് തന്നെ സൗഭാഗ്യങ്ങളുടെ ഒരു കാലഘട്ടമാണ് നിങ്ങൾക്കിപ്പോൾ. നിങ്ങളെ തേടി ഒരുപാട് നാളുകൾക്ക് ശേഷം നിങ്ങളെ തേടി ആയില്യം നക്ഷത്രക്കാരെ തേടി ഓഗസ്റ്റ് 6 മുതൽ എത്തിയിരിക്കുന്നത് എന്ന് വേണം പറയാനായിട്ട്. ജീവിതത്തിൽ ഒരുപാട് ക്ലേശങ്ങളും ദുഃഖങ്ങളും ദുരിതങ്ങളും ഒക്കെ നിങ്ങൾ അനുഭവിച്ചു. ആ കാലങ്ങളൊക്കെ മറന്നേക്കൂ. ഇന്ന് തൊട്ട് ഐശ്വര്യപൂർണമായ ദിനങ്ങളാണ് നിങ്ങളിൽ എത്തിച്ചേരാൻ പോകുന്നത്. അടുത്ത നക്ഷത്രം ഉത്രമാണ്. സ്വന്തം കഴിവുകൾ മനസ്സിലാക്കി മുന്നേറാൻ നിങ്ങൾക്ക് സാധ്യമാകുന്ന ഒരു സമയമാണ് ഉത്രം നക്ഷത്രക്കാർക്ക് ഓഗസ്റ്റ് 6 മുതൽ തുടങ്ങിയിരിക്കുന്നത്. ദുരിതങ്ങളൊക്കെ അവസാനിച്ചു, തടസ്സങ്ങളൊക്കെ നീങ്ങി, ഇനി മുന്നോട്ട് നിങ്ങളുടെ കാലമാണ്. നിങ്ങൾക്ക് കുതിക്കാൻ കഴിയുന്ന ഒരു അവസരമാണ് നിങ്ങളുടെ മുന്നിലേക്ക് എത്തിയിരിക്കുന്നത്. വിദേശത്ത് പോകാനായിട്ടൊക്കെ കാത്തിരിക്കുന്ന ആളുകൾക്ക് വിദേശ ഭാഗ്യ യോഗമുള്ള ഒരു സമയമാണ് ഓഗസ്റ്റ് 6 മുതൽ ഉത്തരം നക്ഷത്രക്കാർക്ക്. തടസ്സമായി നിന്ന കാര്യങ്ങളെല്ലാം നിങ്ങളുടെ വഴിയിൽ നിന്ന് മാറുകയും നിങ്ങൾക്ക് മുന്നോട്ട് ഐശ്വര്യത്തോടു കൂടി ഒരു കുതിപ്പ് നടത്താൻ കഴിയുന്ന ഒരു സമയമാണ് നിങ്ങളിലേക്ക് വന്നിരിക്കുന്നത്. പിന്നെ പ്രത്യേകിച്ച് പണത്തിൻ്റെ കാര്യത്തിൽ ചിലവാക്കുമ്പോൾ വളരെ ശ്രദ്ധ പുലർത്തേണ്ടത് അത്യാവശ്യമാണ്. അത് ഈ നക്ഷത്രക്കാരെന്നല്ല, ഓരോ മനുഷ്യരും. പണം അതാ നമ്മളിലേക്ക് എത്താൻ എത്രയോ പ്രയാസമാണ്, പക്ഷെ നഷ്ടപ്പെട്ടു പോകാനോ വളരെ എളുപ്പം. അപ്പോൾ എത്തുന്ന ആ പ്രയാസം മനസ്സിലാക്കി വേണം അത് ചിലവാക്കുന്ന കാര്യത്തിലും നമ്മൾ വളരെ സൂക്ഷ്മതയോടുകൂടി ചെയ്യേണ്ട ഒരു കാര്യമാണ് പണം ചിലവാക്കുന്നത്. നമ്മളിലേക്ക് അത് അത്രത്തോളം കഷ്ടപ്പെട്ട് എത്തിയത് കൊണ്ട് തന്നെ ഓരോ കാര്യങ്ങൾ വാങ്ങിക്കുമ്പോഴും അനാവശ്യമായി നമ്മൾ ഇന്ന് പണം ചിലവാകാതിരിക്കാൻ കൂടി ഈ നക്ഷത്രക്കാരെന്ന് മാത്രമല്ല എല്ലാ മനുഷ്യരായിട്ടുള്ള ആളുകളെല്ലാം ചിന്തിക്കേണ്ട കാര്യം കൂടിയാണ്, പ്രത്യേകിച്ച് ഉത്തരം നക്ഷത്രക്കാർ. അടുത്തത് പൂരാട നക്ഷത്രമാണ്. ആഗ്രഹിച്ച വസ്തുവകകൾ, ആഗ്രഹിച്ച സൗഭാഗ്യങ്ങൾ ഒന്നൊന്നായി നിങ്ങളിലേക്ക് എത്തുന്ന ഒരു സമയം എന്ന് തന്നെ പറയാം. ഓഗസ്റ്റ് 6 മുതൽ പൂരാടം നക്ഷത്രക്കാർക്ക് വലിയ രീതിയിൽ ഉയർച്ചയിലൊക്കെ എത്താൻ കഴിയുന്ന ഒരു സമയമാണ്. ശാരീരികമായി വളരെ ബുദ്ധിമുട്ടുകളൊക്കെ അനുഭവിച്ചു കൊണ്ടിരുന്നവർക്ക് അതിൽ നിന്നൊക്കെ ഒരു ചെറിയ തോതിലുള്ള മാറ്റം ലഭിക്കുന്ന ഒരു സമയം കൂടിയാണ് പൂരാടം നക്ഷത്രക്കാർക്ക്. ദുരിതങ്ങൾ ഒരു അവഗണിച്ച് അല്ലെങ്കിൽ ഒരു ശാരീരിക പ്രശ്നങ്ങളൊക്കെ വന്നിരുന്ന അവഗണിച്ച് മാറ്റുന്ന ഒരു സ്വഭാവം നിങ്ങൾ കാണിക്കാറുണ്ട്. അത് അവഗണിച്ച് മാറ്റുകയല്ല, മരുന്നൊക്കെ കഴിക്കേണ്ടത് അത് കഴിക്കുക തന്നെ വേണം. എങ്കിൽ പോലും നിങ്ങൾ ഇതുവരെ അനുഭവിച്ചുകൊണ്ടിരുന്ന ദുരിതങ്ങളിൽ നിന്നൊരു മാറ്റമാണ് ഓഗസ്റ്റ് 6 മുതൽ നിങ്ങൾക്കുണ്ടാകുന്നത്. പ്രത്യേകിച്ച് ശാരീരിക അസ്വാസ്ഥ്യങ്ങൾ അനുഭവിച്ചു കൊണ്ടിരുന്ന ആളുകൾക്ക്. അതുപോലെ കുടുംബത്തിൽ മംഗളകാര്യങ്ങളൊക്കെ നടക്കുന്ന സമയമാണ്. മക്കളെ സംബന്ധിച്ച് അവരുടെ വിവാഹമാകാം, അല്ലെങ്കിൽ അവർക്ക് ജോലിയാകാം, അല്ലെങ്കിൽ അവർക്ക് സന്താനങ്ങൾ ഉണ്ടാകുന്നതാകാം. അങ്ങനെ എന്ത് കാര്യം മക്കളാൽ നിങ്ങൾക്ക് സന്തോഷിക്കാനുള്ള പല ഭാഗ്യങ്ങളും ഉണ്ടാകുന്ന ഒരു സമയം കൂടിയാണ് പൂരാടം നക്ഷത്രക്കാർക്ക് ഓഗസ്റ്റ് 6 മുതൽ തുടങ്ങിയിരിക്കുന്നത്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പറഞ്ഞത് 2024 ഓഗസ്റ്റ് 6 മുതൽ രാജയോഗ തുല്യമായ ഫലങ്ങൾ അനുഭവയോഗ്യമായി വരുന്ന നക്ഷത്രക്കാരെക്കുറിച്ചാണ്. അപ്പോൾ വീഡിയോ കേൾക്കുക, അഭിപ്രായങ്ങളൊക്കെ അറിയിക്കുക. നിങ്ങളുടെ വീട്ടിൽ ഇത് നക്ഷത്രക്കാരുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യുക. നന്ദി.